ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന 26 വയസ്സുകാരിയായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അന്ന സെബാസ്റ്റ്യൻ. അന്ന ജോലിഭാരം കൂടി മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ മരണപ്പെട്ടു എന്നതാണ് നമ്മുടെ മുൻപിലുള്ള വാർത്ത. അന്ന സെബാസ്റ്റ്യൻ്റെ അമ്മ ഏണസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ അധികൃതർക്ക് അയച്ച ഒരു കത്താണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും ചർച്ചകളും സജീവമാക്കിയത്. ഇത് വളരെ ഗൗരവ സ്വഭാവത്തിൽ കാണണം എന്നതാണ് DYFIക്ക് കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായപ്പെടാനുള്ളത്. ഇപ്പോൾ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതായി ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായ കാര്യമായിട്ടാണ് DYFI അതിനെ കാണുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ്. മുമ്പ് റസീല രാജു എന്ന് പറയുന്ന ഒരു IT എംപ്ലോയി ക്യാമ്പസിൽ വെച്ച് കൊല്ലപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. IT ക്യാമ്പസിൽ വെച്ച് അന്ന് DYFI രാജ്യവ്യാപകമായി തന്നെ ആ പ്രശ്നം ഉന്നയിച്ചിരുന്നതാണ്. അതിനുശേഷം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ചില ഇടപെടലുകളും ഉണ്ടായി. പക്ഷേ കോവിഡിന് ശേഷം സ്ഥിതിഗതികൾ വല്ലാതെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നു. DYFI ഇവിടെ ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മൾട്ടിനാഷണൽ കമ്പനികളിലും IT കമ്പനികളിലും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ബാങ്കിങ് സെഗ്മെൻറ്റിലും എല്ലാം ജോലിയെടുക്കുന്ന ജീവനക്കാരുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചും അവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ചും സമഗ്രമായൊരു പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി തയ്യാറാകണം. ഇപ്പോഴങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോവിഡിന് ശേഷം വർക്ക് കൾച്ചറിൽ പലതരത്തിലുള്ള മാറ്റമുണ്ടായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വർക്ക് ഫ്രം ഹോം ഇന്ന് വളരെ വ്യാപകമായി. പല കമ്പനികൾക്കും പ്രവർത്തിക്കാൻ ഓഫീസ് സ്പേസിൻ്റെ ആവശ്യമില്ല, ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വർക്ക് ഫ്രം ഹോം വ്യാപകമാവുകയാണ്. വർക്ക് ഫ്രം ഹോമിൻ്റെ പ്രശ്നം എന്താണ്? അത് കോവിഡിന് ശേഷമാണ് അതൊരു ന്യൂട്രലായി മാറിയത്. വർക്ക് ഫ്രം ഹോമിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതിനിപ്പോൾ സമയമേ ഇല്ല, ഇൻഡിഫിനിറ്റായി മാറുകയാണ്. ഏത് സമയവും ഈ എംപ്ലോയി അവൈലബിൾ ആയിരിക്കണം. ഇതൊരു പുതിയ സാഹചര്യമാണ്. അതിപ്പോൾ വ്യാപകമായി. പണ്ട് വർക്ക് ഫ്രം ഹോം ഉണ്ട്, പക്ഷേ ഇപ്പോഴത് വളരെ വ്യാപകമാവുകയും 24 മണിക്കൂറും അവരിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്നു. ഇപ്പോൾ അവരുടേതായ പേഴ്സണൽ ടൈം ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കിടയിൽ കുറഞ്ഞു വരുന്നു. ആ പേഴ്സണൽ ടൈം ക്വാളിറ്റി ടൈം ആയിരിക്കണം. ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താ? കമ്പനിയുടെ വാട്സാപ്പ് ഗ്രൂപ്പ്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആ എംപ്ലോയി എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കണം. പല ഘട്ടങ്ങളിലായി നടക്കുന്ന ഓൺലൈൻ മീറ്റിങ്ങുകൾ, ആ ഓൺലൈൻ മീറ്റിങ്ങിൽ ഏത് സമയവും അയാൾ അവൈലബിൾ ആയിരിക്കണം. ഏത് സമയമെന്ന് ഞാൻ പറഞ്ഞത് അവരുടെ പേഴ്സണൽ ടൈമിൽ പോലും കമ്പനി മേധാവികളുടെ ഓൺലൈൻ മീറ്റിങ്ങുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവരെ വർക്ക് പ്രഷറിലേക്ക് പോകുന്നു. ഞാൻ ഇന്ന് HDFC എന്ന് പറയുന്ന കമ്പനിയുടെ ബാങ്കിങ് സെഗ്മെൻറ്റിൻ്റെ ഒരു ക്ലസ്റ്റർ ഹെഡ് അയാളുടെ ഈ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ അതിരൂക്ഷമായി മനുഷ്യത്വ വിരുദ്ധമായി ഈ ജീവനക്കാരോട് ഷൗട്ട് ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്നൊരു കാഴ്ച ഇന്നിപ്പോൾ ഞാൻ കാണുകയുണ്ടായി. അത്
ഈ പറയുന്ന ആൾ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പിന്നീട് യൂട്യൂബിലിട്ട് യൂട്യൂബ് കണ്ടന്റാണ്, യൂട്യൂബിൽ വൈറലായ ഒരു കണ്ടന്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടാകുന്നു. അപ്പോൾ ഇത് എന്തെല്ലാമാണ് ഈ രംഗത്തെക്കുറിച്ച്, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടക്കുന്നില്ല. ഇപ്പോൾ ഇത് ഇക്കഴിഞ്ഞ 8-ാം മാസം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ ഞാനിത് സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു പാർലമെൻറ്റിൽ. അത് വളരെ രസകരമായൊരു കാര്യമാണ്. പാർലമെൻറ്റിൽ വ്യക്തമായ ഉത്തരം കിട്ടിയില്ല. ഉത്തരത്തിൽ നിന്ന് വളരെ ഒരു ഇവാസീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഒഴിഞ്ഞു മാറുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ബഹുമാനപ്പെട്ട മന്ത്രി അത് സംബന്ധിച്ച് നൽകിയത്. അത് വേറൊരു വിഷയം. പക്ഷേ പ്രശ്നം വളരെ കൂടുതലാണ്. എന്താ, നമ്മുടെ രാജ്യത്തെ IT കമ്പനികളിലും നമ്മുടെ രാജ്യത്തെ ഞാനീ പറഞ്ഞ മൾട്ടിനാഷണൽ, ഈ പറയുന്ന നവ കമ്പനികളിലെല്ലാം ഒരു അപ്രഖ്യാപിതമായ നിയമന നിരോധനം സ്ത്രീകളുടെ മേലുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. എങ്ങനെയാണ് ഈ പ്രഗ്നൻസി ആകാൻ സാധ്യതയുള്ള പെൺകുട്ടികളെ, അതായത് പഠനം കഴിഞ്ഞ് ഉടനെയാണെങ്കിൽ എടുക്കും. അപ്പോൾ ആദ്യം തന്നെ HR നോക്കുന്നത്, ഇൻ്റർവ്യൂവിൽ നോക്കുന്നൊരു കാര്യം, ബാക്കിയൊക്കെ ക്വാളിഫൈഡ് ആണെങ്കിലും പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടോ, വിവാഹം കഴിക്കുമോ അല്ലെങ്കിൽ കരിയും ചെയ്യാൻ സാധ്യതയുണ്ടോ. അങ്ങനെയാണെങ്കിൽ പതുക്കെ കഴിവുകളുണ്ടെങ്കിൽ അവരങ്ങ് ഒഴിവാക്കുകയാണ്. നിങ്ങൾ ഈ കാറ്റഗറിയിലുള്ളവരുടെ അസാന്നിധ്യം ഈ പറയുന്ന കമ്പനികൾ ഒരു അപ്രഖ്യാപിതമായ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നു എന്നത് എൻ്റെ ശ്രദ്ധയിൽ വന്ന കാര്യം പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് 1/8/2024 പാർലമെൻറ്റ് വർഷകാല സമ്മേളനത്തിൽ പാർലമെൻറ്റ് ഇത് സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ജെൻഡറിൻ്റെ പ്രാതിനിധ്യം, അതും പ്രായഘടനയിലെ ജെൻഡറിൻ്റെ, സ്ത്രീ ജെൻഡറിൻ്റെ പ്രാതിനിധ്യം നിങ്ങൾ നോക്കൂ, ഈ മേഖലയിൽ വളരെ കുറവായിരിക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയും.